ഇപ്പോഴൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകൾ വൻതോതിൽ വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത് ഏതാണ്ട് 2098 സൈബർ കേസുകളാണ്. തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സൈബർ പോലീസുകാരുടെ എണ്ണം കൂട്ടുമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രസ്താവിച്ചിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകളുടെ കാര്യത്തിൽ കുതിക്കുകയാണ് കേരളം. തട്ടിപ്പിനിരയാകുന്നവരിൽ ഭൂരിപക്ഷവും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരും കുട്ടികളുമാണ്. സംസ്ഥാന പോലീസിന്റെ കണക്കുകൾ അനുസരിച്ച് 2023 മാത്രം 2098 സൈബർ തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2021 20 സൈബർ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്ത സ്ഥാനത്താണ് ഇത്. തട്ടിപ്പുകൾക്കായി ഉപയോഗിക്കുന്ന 3331 സിം കാർഡുകളാണ് പോലീസ് നശിപ്പിച്ചത്. 1000-ൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ട്രെയിൻ ചെയ്യുന്നതും അതോടൊപ്പം ആവശ്യമുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂട്ടുന്ന ഭാഗമായിട്ട് ഇത്ര കേസുകൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ തലത്തിൽ തന്നെ കാര്യമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള രാജ്യാന്തര ആദ്യമായ ഡീപ് ഫേക്ക് തട്ടിപ്പ് കേസ് കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത് കേരള പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് ഈ കേസ് അന്വേഷിച്ചു കുറ്റവാളികളെ കണ്ടെത്തി നഷ്ടപ്പെട്ട പണം തിരിച്ച് കണ്ടെത്താനും സാധിച്ചു. ഓൺലൈൻ തട്ടിപ്പിലൂടെ കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് 201 കോടി രൂപയാണ് നഷ്ടമായത്. തട്ടിപ്പിനിരയാവുന്നവരിൽ കൂടുതലും അഭ്യസ്തവിദ്യരും കുട്ടികളുമാണ്. എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് ആളുകൾ അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളതെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ആളുകളെ പറ്റിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ട് ചെന്ന് വീഴുന്നതും നല്ല നിലക്കുണ്ട് എന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം കുറച്ച് പൈസ അധികം കിട്ടുമെന്ന് കാണുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറാൻ പലരും വല്ലാത്ത താല്പര്യം കാണിക്കുകയാണ്. സൈബർ പോലീസുകാരുടെ അംഗബലം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരിമിതികൾക്കിടയിലും കേരള പോലീസിന്റെ സൈബർ വിഭാഗം കുറ്റകൃത്യങ്ങൾ തടയാൻ ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ കാര്യത്തിലും പോലീസിനെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ജാഗ്രത പൊതുജനങ്ങളും പുലർത്തണം. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. സൈബർ കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ പെരുകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പൊതുനിരത്തിലിറങ്ങി ആളുകൾ നിൽക്കുകയാണ് എന്നെ തട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ആളുകൾ തട്ടിപ്പുമായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 2098 സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നു, അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് എപ്പോഴും എല്ലാ സമയത്തും നമ്മളുൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമായി ഫലവത്താകുന്നില്ല എന്നാണ് കണക്കുകൾ നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ ഈ പൊതുജനങ്ങളോട് ചോദിച്ചു ഇതിനെക്കുറിച്ച്. അവരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. നല്ലപോലെ ഈ ഇപ്പോൾ സമൂഹത്തിൽ സൈബർ തട്ടിപ്പ് നല്ലപോലെ കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കൂടുതലും സോഷ്യൽ മീഡിയ വിശ്വസിക്കുന്ന ആൾക്കാരാണ് റെഗുലറായിട്ടുള്ളത്. സോഷ്യൽ മീഡിയസ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മുടെ നാടിന് നല്ലതെന്ന് ഞാൻ പറയുന്നത്. അല്ല, ആൾക്കാർ ശ്രദ്ധിക്കണം. അവര് തെറ്റ് ചെയ്ത് ശരി ചെയ്തെന്ന് മനസ്സിലാക്കാതെ പോകുന്നവരും ഉണ്ട്. മനസ്സിലാക്കി അവർക്ക് ചിലവർ ആ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ഏത് വഴിയിലൂടെ പോകണം, എന്തൊക്കെ സൈറ്റിൽ നമ്മൾ കയറണം, എല്ലാം തീരുമാനിക്കുക നമ്മളാണ്. അപ്പം തീർച്ചയായും നമ്മൾ എന്തിനാണ് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. ഈ സൈബർ ഇടങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് ഈ എല്ലാ പ്രായവിഭാഗത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ ഒരേപോലെ ബോധവാന്മാരാവണമെന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം എല്ലാ പ്രായവിഭാഗത്തിൽപ്പെട്ട ഉപയോഗിക്കുന്നവരെ കൃത്യമായിട്ട് തങ്ങൾ സൈബർ ഇടങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധവൽക്കരണം അവരിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു യൂട്യൂബ് സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. വിഷ്ണു കവലയൂർ പറയുന്നത്, ഇവിടെ നിന്നും പുറത്തു പോകുന്നത് ഇവിടുത്തെ കോളേജുകളിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല, വിദേശ സർവകലാശാലകളിൽ പഠിക്കാനുള്ള താല്പര്യം കൊണ്ടുമല്ല, അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും, അതുകൊണ്ടാണ് എന്നാണ് വിഷ്ണു കവലയൂർ പറയുന്നത്. ഒരു പരിധിവരെ ശരിയാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയാൽ മാത്രം പോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത്തരം വിദേശ സർവകലാശാലകളിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്ത് പുറത്തിറങ്ങി കഴിയുമ്പോൾ പണി കിട്ടാനുള്ള സാഹചര്യത്തിന് വല്ല സ്ഥാപനങ്ങളും കൂടി തുടങ്ങണം എന്ന് ആളുകൾ പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല.